ഇപ്പൊ നാളെ മഹാപ്രതിഷേധ സംഗമം ജില്ലകൾ തോറും നടത്തുമെന്ന ഒരു തീരുമാനത്തിൽ കൂടി ആശാവർക്കർമാർ എത്തിയിട്ടുണ്ട്. TV പ്രസാദ് സമരപ്പന്തലിൽ നിന്ന് നമ്മോടൊപ്പം ചേരും. അവിടെ ആശാവർക്കർമാർ ഇപ്പോഴും സമരത്തിലാണ്. നോക്കൂ പ്രസാദ്, നമ്മൾ പറയുമല്ലോ ഈ 7,000 രൂപ കയ്യിൽ കിട്ടണമെങ്കിൽ അതിനും പാലിക്കണം പല മാനദണ്ഡങ്ങളും. ഇതിലേതെങ്കിലും ഒരു മാനദണ്ഡം പാലിച്ചില്ലെങ്കിൽ ഈ പൈസ കയ്യിൽ കിട്ടില്ല, വീണ്ടും പൈസ കുറയും. അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസമൊക്കെ ചോദിച്ചൊരു ചോദ്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പൊതു മാനദണ്ഡങ്ങൾ ഉണ്ടായിട്ട് മാസം കൂലി കിട്ടുന്നതിലെ ഈ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കണമെങ്കിൽ എത്ര മന്ത്രിമാർക്കും MLA മാർക്കും ഒക്കെ കൂലി കിട്ടും സാർമാരെ എന്ന് ഇവർ കഴിഞ്ഞ ദിവസം ചോദിക്കുന്ന ചോദ്യം ഉണ്ടായിരുന്നു. അതൊക്കെ പ്രസക്തമാണ് പ്രസാദ്. നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യം? ഇവരിപ്പോഴും സമരം തുടരുകയാണ്. ഇന്നിപ്പോൾ 10ാമത്തെ ദിവസമാണ്. ആ സമരം എവിടേക്കാ പോകുന്നത്? സമരം എന്തായി? സമരം ഒന്നും ആയിട്ടില്ല. അവര് 26,000 രൂപ വെച്ച് എല്ലാവരും അക്കൗണ്ടിൽ വന്നെന്ന് പറഞ്ഞ് 1 രൂപ പോലും വന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ച് ഞങ്ങൾക്ക് രേഖാമൂലം തന്നാലേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോവുകയുള്ളൂ. നല്ല അധ്വാനല്ലേ നിങ്ങളുടെ ജോലി ഇപ്പൊ അല്ലേ? ഞങ്ങൾക്ക് ഭയങ്കര അധ്വാനം. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നു ചുരുക്കി പറയാം? ഞങ്ങള് ചെയ്യുന്നത് വീടാന്തര സർവേ ചെയ്യും, ശൈലി ആപ്പ് സർവേ ചെയ്യും, അശ്വമേധം എന്ന് പറഞ്ഞ് കുഷ്ഠരോഗത്തിന്റെ ഒരു സർവേ ഉണ്ട്, അത് ചെയ്യും. പാലിയേറ്റീവ് കെയർ വിസിറ്റ് ഉണ്ട്, അത് ചെയ്യും. പിന്നെ കിടപ്പുരോഗികളാണ് പാലിയേറ്റീവ് കെയർ പേഷ്യന്റ്. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളുടെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ഒരു കുട്ടിയെ പ്രസവിച്ച സമയം മുതൽ 15 വയസ്സ് വരെ ആ കുട്ടികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ. ഇതിന്റെ മുഴുവൻ കണക്ക് നിങ്ങളുടെ സൂക്ഷിക്കണം. ഞങ്ങൾ സൂക്ഷിക്കണം. ഞങ്ങളുടെ പത്ര കയറ്റി അതനുസരിച്ചാണ് ഞങ്ങൾക്ക് ശമ്പളം തരണം. അതിലൊന്ന് കുറഞ്ഞാൽ 700 രൂപ കുറയും. ഇങ്ങനെ എത്രയും 17 വർഷം കൊണ്ട് നമ്മൾ ജോലി ചെയ്തിട്ടും ഞങ്ങൾക്ക് ഇതിൽ ഒരു മുന്നേറ്റവും കിട്ടുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ സമര പരിപാടിയായിട്ട് വന്നത്. നന്നായിട്ട് സമരം പോകുന്നുണ്ട്. ഇതിനൊരു സമരം വിജയിക്കാതെ തിരിച്ചു പോകാൻ പറ്റില്ല. ഒരു കാരണവശാലും പോകില്ല. ഇവിടെ കിടന്ന് മരിച്ചാലും സമരത്തിന് പിൻവലിയത്തില്ല. ഗവൺമെന്റ് ഞങ്ങൾ പറയുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കാതെ ഇവിടെ ഒറ്റ ആശമാരും പുറകോട്ട്. ധനമന്ത്രി പറയുന്നത് നിങ്ങൾ ആരോ കുത്തിയിറക്കിയെന്നാണ്. ആരും കുത്തിയിറക്കിയിട്ടില്ല. ഞങ്ങളെ ആരും കുത്തിയിറക്കിയിട്ടില്ല. ഞങ്ങൾ സ്വയമായിട്ട് വന്ന എല്ലാവരും. ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ. അവരാണ് ഞങ്ങളുടെ മുൻനിരയിൽ നിന്നും ഞങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് ഈ സമരം ഞങ്ങൾ വിജയിച്ചല്ലാതെ പുറകോട്ട് പോകുന്ന ഒരു പ്രശ്നവും ഇല്ല. വിജയിക്കാതെ ഇനിയിപ്പോ തിരിച്ചു പോകാൻ പറ്റില്ല അല്ലേ സാറേ? വിജയിക്കും. കാരണം ഞങ്ങൾ അത്രയ്ക്ക് അടിസ്ഥാനമായി ഞങ്ങൾ ജോലി ചെയ്യുന്നവരല്ല. ഒരുപാടൊന്നും അല്ലല്ലോ ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് തരാവുന്നതേ ഉള്ളൂ. ഗവൺമെന്റ് ഒന്നും ഞങ്ങളെ ഇത്രയും ദിവസം ഈ പൊരുവെയിലത്ത് ഒരു ടോയ്ലറ്റ് സംവിധാനം പോലും ഇല്ലാത്ത ഈ സ്ഥലത്താണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇത് കിടക്കാൻ ഒരു 150 പേരോളം ഇവിടെ ഉണ്ടാവും, എന്നും ഉണ്ടാവും. അവനെ നമ്മൾ ഇതിനു മുമ്പേ കാണേണ്ടതാണ്. ഞങ്ങൾ നാളെ ഒരു മഹാസംഗമം വെച്ചിരിക്കുകയാണ്. ഇതിനൊരു തീർപ്പ് കൽപ്പിക്കാതെ വരുന്നവർ പോകത്തില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. മൊത്തം ജനങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഈ സമരത്തിൽ ഞങ്ങൾ വിജയിക്കാതെ പോയാൽ ഇനി ഒരു സമരം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വിജയിച്ചേ ഞങ്ങൾ ഇവിടുന്ന് പോവുകയുള്ളൂ. ജീവൻ മരണ സമരമാണ്, ജീവൻ മരണ പോരാട്ടമാണ് ഞങ്ങളുടെ. ഒരു അതിജീവന സമരമാണ് സാർ. ഇതൊരു അതിജീവന സമരമാണ്. ഇതിനൊരു തീർപ്പില്ലാതെ ഞങ്ങൾ പോകത്തില്ല. ഞങ്ങൾക്ക് ഇപ്പൊ തരുന്ന ഈ സാലറി അവർ ഈ ഓണററി അവർ 4-5 മാസം കൂടുമ്പോൾ ഒക്കെ ഞങ്ങൾക്ക് 1 മാസം 2 മാസം തരുന്നുണ്ട് എന്ന് വിചാരിച്ച് 2 മാസത്തെ 3 മാസം ഞങ്ങൾക്ക് ഇപ്പൊ തന്നു എന്ന് വിചാരിച്ച് ഞങ്ങൾ പോകത്തില്ല. ഇത് ഈ സമരം എന്ന് വെച്ചാൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഡിമാൻഡുകൾ തരാതെ ഞങ്ങൾ പോകത്തില്ല. റോഷിനി, നമ്മൾ ഒരുപാട് സമരങ്ങൾ കാണാറുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലായാലും കളക്ടറേറ്റുകളുടെ മുന്നിലായാലും മറ്റ് സമരങ്ങളായാലും അത് ഇത്രമേൽ ഇവരുടെ ജീവിതത്തെ ബാധിക്കുന്നതല്ല എന്നുള്ളതാണ് പല സമരങ്ങളും. പക്ഷേ ഈ സമരത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നടപ്പിലാക്കി കിട്ടുക എന്നുള്ളതാണ്. അതായത് വളരെ തുച്ഛമായ ഓണറേറിയമാണ് ഇവർക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ജീവിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ അതിനും ഒരുപാട് നിബന്ധനകളാണ്. സമരം തുടർന്നുകൊണ്ടിരിക്കെ കഴിഞ്ഞ ദിവസമാണ് ഇവർക്കുള്ള 2 മാസത്തെ കുടിശ്ശിക അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. എന്തായാലും ഇവർ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? 10 ദിവസമായി. 10 ദിവസമായി. ഇവിടെ എവിടെയാ? തിരുവല്ലം. എല്ലാ ദിവസം പോയി വരുമോ? ഇല്ല, ഇവിടെ കിടക്കുന്നു. ദിവസം കിടക്കാനാ പരിപാടി? ഞങ്ങൾ പറഞ്ഞ കാര്യം നടപ്പാക്കുന്നു, ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യം നടപ്പാക്കുന്നു, അന്ന് ഞങ്ങൾ മാറും. പിന്നെ മന്ത്രി പറയുന്നത് നിങ്ങൾ ആരോ കുത്തിയിറക്കിയെന്നാ? നമുക്ക് ഒരു പാർട്ടി, നമ്മൾ ഈ ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് ഞങ്ങൾ ആർക്കും ഒരു പാർട്ടിക്കാരും ഇല്ല. അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള പാർട്ടിയേ ഉള്ളൂ. സമരം വിജയിക്കാതെ പറ്റില്ല അല്ലേ? പറ്റില്ല. ഞങ്ങൾക്ക് ജീവിക്കണം. 4 മാസമായി ഞങ്ങൾക്ക് ഓണററിയോ ഇൻസെന്റീവോ കിട്ടിയിട്ട്. ഞങ്ങൾക്ക് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല സാറേ. ഇന്ന് ഞങ്ങൾ ഇപ്പോഴാണ് ഞങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ നേടി തന്നാൽ മാത്രമേ
ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് ഒരു പാർട്ടിയുടെ പിന്തുണയും ഞങ്ങൾക്കില്ല. ആശാവർക്കേഴ്സിന്റെ സമരം ഇങ്ങനെ ഒരിക്കലും കണ്ടതല്ല കേരളം. കാരണം അത്രത്തോളം നമുക്കറിയാവുന്നതുപോലെ ഒരു നാട്ടിലെ മനുഷ്യരുടെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെയും ഗർഭിണികളുടെയും എല്ലാം എല്ലാ ആരോഗ്യ വിവരങ്ങളും എല്ലാം സൂക്ഷിക്കുന്നവരാണ് ഈ ആശാവർക്കർമാർ. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൽ പ്രശ്നങ്ങളാണ് ഇവർ ഉയർത്തുന്നത് എന്നതാണ് ഈ സമരത്തിന് ഇത്രയേറെ ഒരു ഗൗരവം വരാനുള്ള ഒരു കാരണം. ഇവരുടെ എല്ലാം മനസ്സിൽ തട്ടിക്കൊണ്ടാണ് ഇവർ ഓരോ കാര്യങ്ങളും പറയുന്നത് എന്നതാണ്. 10ാമത്തെ ദിവസത്തേക്ക് കടക്കുന്നു. അനുകൂലമായ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിരവധി പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താ പേരെന്താ? ഇന്ദിരാ ബാലചന്ദ്രൻ. എവിടുന്നാ വരുന്നത്? ഇവിടെ അടുത്ത് തന്നെ. എത്ര ദിവസമായി ഇപ്പോ? 10ാമത്തെ ദിവസം. ഇവിടെ ഇന്നലെ പൈസ അനുവദിച്ചെന്നാണ് പറയുന്നത്. ഒരാളുടെ അക്കൗണ്ടിൽ പോലും പൈസ വന്നില്ല. അത് തന്നെ കപടതല്ല. ഉത്തരവിറങ്ങിയാൽ പോരല്ല, പൈസ കിട്ടും. ഉത്തരവിലാണോ? ഉത്തരവ് തിന്നാൻ പറ്റുമോ? പൈസ കിട്ടിയാലേ വല്ല കുട്ടികൾക്ക് ആഹാരം വാങ്ങാൻ പറ്റുള്ളൂ. ഈ രാവിലെ പകല് കഷ്ടപ്പെട്ടിട്ട് ഉത്തരവ് മാത്രം മതിയോ? ഉത്തരവ് പുഴുങ്ങി തിന്നാൻ കൊള്ളാവോ? ഇല്ല, പൈസ കിട്ടിയാലേ കൊള്ളാവുള്ളൂ. പൈസ കിട്ടി എല്ലാ അവകാശങ്ങളും ഞങ്ങളുടെ പറയുന്ന എല്ലാം കിട്ടിയാലേ ഇവിടെ നിന്ന് പോവുള്ളൂ. മാത്രം അധ്വാനിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. രാവിലെ നേരം വിളിക്കുമ്പോൾ മഴയത്തും വെയിലത്തും ഇറങ്ങി നടന്ന് കഷ്ടപ്പെട്ട് ഓരോ വീടാന്തരം കയറി ഇറങ്ങിയാ ജോലി ചെയ്യുന്നത്. കോവിഡിന്റെ സമയത്ത് നമ്മളെല്ലാവരും അത് കണ്ടിട്ടുണ്ട്. കോവിഡിന്റെ സ്ഥലത്ത് എല്ലാ ആളുകൾക്കും അറിയാമല്ലോ. ആരും പുറത്തിറങ്ങാത്ത സമയത്ത് ആശാ വർക്കേഴ്സാണ് ഓരോ വീട് തോറും കയറി ഇറങ്ങിയത്. എത്രയോ വീട്ടുകാർ അവർക്ക് സ്വന്തം മക്കളെയും ഭർത്താവിനെയും അമ്മയും നോക്കാതെ പോലും നാട്ടുകാരെ നോക്കാൻ നടന്നു. അതൊക്കെ മനസ്സിലാക്കണ്ടേ ഗവൺമെന്റ്? അതിവൈകാരികമാണ് പ്രതികരണം. റോഷ്നി, നമുക്ക് കേൾക്കാം. അതായത് ഇവർ ഏറ്റവും പ്രധാനപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, ഒരുപാട് അധ്വാനമുണ്ട്. നമ്മൾ കാണുന്ന ജോലികൾ കൂടാതെ റിപ്പോർട്ടുകൾ തന്നെ ഒരുപാടുണ്ട് അവർക്ക് ഇരുന്ന് തയ്യാറാക്കേണ്ടതായിട്ട്. അതുകൊണ്ട് ഈ ഒരു സമരത്തിൽ നിന്ന് പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയൊരു സമരം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. ചേച്ചിയും അമ്മമാരും ഒക്കെ പറഞ്ഞതുപോലെയാണ്, സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞ് അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നതല്ല ഇവരുടെ ജോലികൾ എന്ന് പറയുന്നത്. പ്രേക്ഷകർ തന്നെ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെയൊക്കെ വീടുകളിൽ എത്തിയിട്ടുണ്ടാവില്ലേ എത്രയോ ആശാവർക്കർമാർ? അവരെടുക്കുന്ന പണിയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. അതിന്റെ പുറത്താണ് ഈ സർവേകളൊക്കെ വരുന്നത്. ഇതിനെല്ലാമുള്ള വിവരങ്ങൾ ഓടി നടന്ന് ശേഖരിക്കുന്നതെല്ലാം ഇതാണ്.